ഹലോ ഗായ്സ്, വെൽക്കം ടു അബി ഫാമിലി. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതും ചക്ക കുഴച്ചതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയും ആ ഒരു വേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂക്കുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് ചേർക്കണം. നമ്മൾ ഉള്ളി മാത്രമല്ല, കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എടുക്കാൻ വിട്ടുപോയി. ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വാടിയെന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്താണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തക്കാളി ഇട്ട് കൊടുത്തപ്പോഴേക്കും എല്ലായിടത്തും നന്നായിട്ട് അരച്ചൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മൾ കട്ട് ചെയ്താട്ടോ ഇടുന്നത്. ഇവിടെ അമ്മ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്, അമ്മയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് നല്ല രീതിയിൽ. പിന്നെ പുളിയും നമ്മൾ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് മീൻ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കരിമീൻ നമുക്ക് അത്യാവശ്യം നല്ല 5-6 മീൻ, നല്ല മീൻ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. നമ്മളത് സെറ്റാക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അതായത് ഈ പാൻ നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇട്ടതല്ലേ ഉള്ളൂ, നമ്മൾ ചിലപ്പോൾ അത് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളക്കണം. മീൻ തിളച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ, അതായത് ആ കറി തിളച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല രീതിയിലത് തിളച്ച് വരുമ്പോഴേക്കും തിളക്കാനായിട്ട് നമ്മൾ ടൈം കൊടുക്കണം. അപ്പോൾ അത് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ അമ്മ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് അത് റെഡിയായി വരുന്നുണ്ട്. അതിനുശേഷം എൻ്റെ അമ്മ കുറച്ച് വേപ്പില അതിനകത്തൊരു ഡിസൈൻ പോലെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് പാൻ പൊക്കിയതിന് ശേഷമാണ് അമ്മ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അമ്മ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയതിനു ശേഷം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ കറി സെറ്റായി. ഇപ്പം എല്ലാം അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായെന്ന് തന്നെ നമുക്ക് പറയാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചക്കക്കുഴ റെഡി ആയിട്ടില്ല. നമ്മൾ ചക്കക്കുഴ റെഡിയാക്കണം. നമ്മൾ ചക്കക്കുഴ റെഡിയാക്കാനായിട്ട് പോവാണ്. ഇത് ഒരു പാത്രം എടുത്ത് വെച്ചു. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കക്കുരുവും അതുപോലെ തന്നെ ചക്കയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചക്ക തന്നെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ മേടിച്ച് കേട്ടോ, ഇവിടെ ഉണ്ടായതല്ല, ഇവിടെ ചക്ക ഉണ്ടായില്ല ഇത്തവണ, നമ്മൾ മേടിച്ച ചക്കയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വേണ്ട. പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി, എല്ലാ സാധനങ്ങളും, തേങ്ങ എല്ലാം ഉണ്ട്. നമ്മളത് അരച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല അരച്ച് വെച്ചിരിക്കുകയാണ്. അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചക്ക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് വറ പൊട്ടിച്ചൊഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ചക്ക റെഡിയായി കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് വറ പൊട്ടിച്ചൊഴിക്കണം. നമ്മളിവിടെ വറ പൊട്ടിച്ചൊഴിക്കുക എന്നാണ് പറയുന്നത്. ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കണം. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി ആട്ടോ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളിയും പിന്നെ വറമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം. പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി സെറ്റായി. ഇതിനെ വറ പൊട്ടിക്കലെന്നാണ് പറയുന്നത്. അപ്പോൾ വറ പൊട്ടിച്ച് ഒഴിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചക്ക റെഡിയാക്കി വെച്ചതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ഇളക്കി എന്നിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് കഴിഞ്ഞപ്പോൾ ചക്ക റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമ്മൾ ചായയും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചായ നന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ പാലിനകത്ത് കുറച്ച് ഇഞ്ചി, കറുവാപ്പൊട്ട, ഏലക്ക, ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് തന്നെ നല്ല രസമാണ്. ചായക്കകത്ത് ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ കുറച്ച് തേയിലയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ പഞ്ചസാര കുറച്ച് ഇടുകയുള്ളൂ. കാരണം ഇവിടെ അധികാർക്കും പഞ്ചസാര വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പഞ്ചസാര കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തേയിലയൊക്കെ ഇട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കുന്നുണ്ട്, കടുപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ ചായ റെഡിയായിട്ടുണ്ട് ഇവിടെ. ഇതേ ഇപ്പം നമ്മുടെ ചക്കക്കുഴയും കരിമീൻ പൊള്ളിച്ചതും ചായ എല്ലാം റെഡിയായ മണമൊക്കെ വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുവാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ.